ഇതൊരു സാധാരണ മോഷണ കേസല്ല. ഒരു കൊലപാതക കേസിനേക്കാൾ ഭീകരമായ ഒരു വിശ്വാസ വഞ്ചനയുടെ കഥയാണ്. കോടിക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ വിയർപ്പിന്റെ വിഹിതം കാണിക്കയായി അർപ്പിക്കുന്ന, കഠിന വ്രതമെടുത്ത് മല ചവിട്ടുന്ന ഭക്തരുടെ കണ്ണീരിന്റെ കഥ. അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിന് മുന്നിൽ കാവൽ നിൽക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ, ആ ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണം പോലും മാന്തിയെടുത്തവർ, അവർ ഇപ്പോൾ ഓരോരുത്തരായി ജയിലിന് പുറത്തേക്ക് വരികയാണ്. അതും ചുവപ്പ് പരവതാനി വിരിച്ച സ്വീകരണത്തോടെ. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്ത അന്വേഷണ സംഘം, പ്രതികൾക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ട നീതിന്യായ വ്യവസ്ഥയുടെ വിചിത്രമായ പഴുതുകൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. കൂട്ടുപ്രതികൾ നേരത്തെ തന്നെ പുറത്തിറങ്ങി. അയ്യപ്പന്റെ മണ്ണിൽ സ്വർണം കട്ടവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുമ്പോൾ ഇവിടെ തോറ്റുപോകുന്നത് നീതിയാണോ അതോ കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസമാണോ? ഇന്ത്യയെ ഞെട്ടിച്ച ഈ മഹാകൊള്ളയുടെ കാണാപ്പുറങ്ങൾ തിരയുകയാണ് നമ്മൾ ഇന്ന്. വീഡിയോ തീർച്ചയായും അവസാനം വരെ കാണുക, കാരണം ഇതിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന പേരുകൾ നിങ്ങളെല്ലാവരെയും ഞെട്ടിക്കും. ശബരിമലയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ആഭ്യന്തര ലഹളയും അഴിമതിയും ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. എ പത്മകുമാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ്, ശബരിമലയിലെ ആചാര സംരക്ഷണത്തെക്കുറിച്ചും ഭക്തജന ക്ഷേമത്തെക്കുറിച്ചും ഒക്കെ വാതോരാതെ സംസാരിച്ചിരുന്ന വ്യക്തി. 2025 നവംബറിലാണ് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ പ്രത്യേക അന്വേഷണ സംഘം SIT അറസ്റ്റ് ചെയ്യുന്നത്. എന്തായിരുന്നു കുറ്റം? ശബരിമലയിലെ ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശുന്നതുമായും ശ്രീകോവിലിന്റെ കട്ടിളപ്പാളികൾ, സ്വർണ്ണപ്പാളികൾ പതിപ്പിക്കുന്നതുമായും ബന്ധപ്പെട്ട് നടന്ന കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട്. ഭക്തർ നൽകിയ സ്വർണത്തിൽ വലിയൊരു ഭാഗം മോഷ്ടിക്കപ്പെട്ടു. സ്വർണത്തിന് പകരം നിലവാരം കുറഞ്ഞ ലോഹങ്ങൾ ഉപയോഗിച്ചു. ബാക്കി സ്വർണം എവിടെ പോയി? ഈ ചോദ്യത്തിന് ഇന്നും കൃത്യമായ മറുപടി ആരും തരുന്നില്ല. ഇവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. പത്മകുമാർ അറസ്റ്റിലായിട്ട് 90 ദിവസം പിന്നിട്ടു. ഇന്ത്യൻ നിയമപ്രകാരം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം അഥവാ ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രതിക്ക് സ്വാഭാവിക ജാമ്യം അഥവാ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ ലഭിക്കും. പോലീസിന്റെ വാദം നോക്കാം. കേസ് സങ്കീർണമാണ്, കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട്, സ്വർണം എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ല. യാഥാർത്ഥ്യോ? ഇത്രയും ഗൗരവമുള്ളൊരു കേസിൽ ഉന്നത സ്വാധീനമുള്ള പ്രതികൾ ജയിലിലിരിക്കുമ്പോൾ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയത് മനഃപൂർവ്വമാണെന്ന ആക്ഷേപം ശക്തമാണ്. പ്രതികൾ പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും തെളിവുകൾ നശിപ്പിക്കുമെന്നും കോടതിയിൽ വാദിച്ച അതേ SIT ആണ് പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ പാകത്തിന് വഴിമരുന്നിട്ടത്. ഇത് സർക്കാരിന്റെയും പോലീസിന്റെയും ഒത്തുകളിയല്ലെങ്കിൽ പിന്നെ എന്താണ്? ജാമ്യം ലഭിച്ച പത്മകുമാർ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ ആർക്കും ചിരി വരും. അദ്ദേഹം പറയുന്നത് താൻ വെറും ഒരു പാവമാണെന്നാണ്. ഞാൻ പ്രായമുള്ള ആളാണ്, എന്നെ ജയിലിൽ ഇടുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ്, കോടികളുടെ മോഷണം നടത്തുമ്പോൾ ഈ പ്രായമൊന്നും തടസ്സമായിരുന്നില്ലേ? ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഗൂഢാലോചനയാണിത്. ഞാൻ ദേവസ്വം പ്രസിഡന്റ് എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ പോലും, എനിക്ക് ഈ കൊള്ളയിൽ പങ്കില്ല പോലും. എന്നാൽ അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയത് മറ്റൊന്നാണ്. പത്മകുമാറിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് പല ഫയലുകളും നീങ്ങിയത്. സ്വർണം മാറ്റിയ കരാറുകാരും ദേവസ്വം ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ കണ്ണിയായിരുന്നു ഈ പ്രസിഡന്റ് പദവി എന്നാണ് ആരോപണം. ലോക്കൽ പോലീസ് വെള്ളം ചേർക്കാൻ ശ്രമിച്ചപ്പോഴാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ ഇടപെടുന്നത്. അതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത്. N വാസു, പത്മകുമാറിന് ശേഷം ദേവസ്വം പ്രസിഡന്റായ N വാസുവിനെയും ED ചോദ്യം ചെയ്തു. അദ്ദേഹവും മാസങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. അദ്ദേഹത്തിന്റെ കാലത്തും സമാനമായ ക്രമക്കേടുകൾ നടന്നതായി ED സംശയിക്കുന്നുണ്ട്. ശബരിമല തന്ത്രിയിലേക്ക് വന്നാൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് ശബരിമല തന്ത്രിക്കും ED സമൻസ് അയച്ചിട്ടുണ്ട്. ഒരു പുണ്യക്ഷേത്രത്തിലെ ആത്മീയ സാരഥിയെ പോലും ചോദ്യം ചെയ്യേണ്ടി വരുന്നു എന്നത് എത്രത്തോളം ഗൗരവകരമാണ്. ഇനി നടൻ ജയറാമിലേക്ക് വരാം. ഈ കേസിൽ സാക്ഷിയായി നടൻ ജയറാമിനെ വിളിച്ചു വരുത്തിയത് വലിയ ചർച്ചയായിരുന്നു. ശബരിമലയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അറിവുണ്ടോ എന്നാണ് ED പരിശോധിക്കുന്നത്. ആകെ 28 പേരാണ് EDയുടെ പ്രതിപട്ടികയിലുള്ളത്. ഇതിൽ രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥർ, ഇടനിലക്കാർ എന്നിവരുണ്ട്. ശബരിമല വെറും ഒരു കേരളത്തിലെ ക്ഷേത്രമല്ല. ആന്ധ്ര, കർണാടക, തമിഴ്നാട് തുടങ്ങി ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ എത്തുന്ന ഇടമാണത്. ഇന്ത്യയിലെ പ്രധാന ക്ഷേത്രങ്ങളായ തിരുപ്പതിയിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും സ്വർണത്തിന്റെ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുമ്പോൾ ശബരിമലയിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ചോർച്ചയുണ്ടാകുന്നത്? കേന്ദ്ര ഏജൻസികൾ ഈ കേസ് ഏറ്റെടുത്തതോടെ ഇതൊരു രാഷ്ട്രീയ പോരാട്ടം കൂടിയായി മാറി. കേരളത്തിലെ ഭരണകൂടം തങ്ങളുടെ ആളുകളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന വാദത്തിന് ഈ സ്വാഭാവിക ജാമ്യം കൂടുതൽ കരുത്ത് പകരുന്നു. ഇനി നമുക്ക് കുറച്ച് നീതിയെക്കുറിച്ച് സംസാരിക്കാം. അയ്യപ്പ സ്വാമിക്ക് വേണ്ടി ഭക്തർ മാലയിട്ട് വ്രതമെടുത്ത് ചെരിപ്പിടാതെ കല്ലും മുള്ളും ചവിട്ടി മല കയറി കൊണ്ടുവരുന്ന സ്വർണം, ആ സ്വർണം കെട്ടവർക്ക് ഇപ്പോൾ സുഖവാസമാണ്.
ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോയിട്ട് സുഖമായിട്ട് പുറത്തിറങ്ങി. പത്മകുമാർ ജയിലിൽ നിന്ന് മോചിതനാകുന്നു. കവർച്ച ചെയ്യപ്പെട്ട സ്വർണം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. സത്യത്തിൽ അയ്യപ്പനേക്കാൾ വലിയ പവർ ഈ നാട്ടിൽ സ്വർണ്ണക്കള്ളന്മാർക്കുണ്ടെന്ന് തോന്നുന്നില്ലേ? പോലീസ് പറയുന്നു സ്വർണം കണ്ടെത്താനായില്ല എന്ന്. എങ്കിൽ ആ സ്വർണം ആവിയായി പോയോ, അതോ ഉന്നതന്മാരുടെ വീടുകളിൽ സ്വർണ്ണ കട്ടികളായി മാറിയോ? സാധാരണക്കാരൻ ഒരു 100 രൂപ മോഷ്ടിച്ചാൽ, അന്നം മോഷ്ടിച്ചാൽ തല്ലിക്കൊല്ലുന്ന നാട്ടിൽ ദൈവത്തിന്റെ സ്വർണം മോഷ്ടിച്ചവർക്ക് പോലീസ് തന്നെ ജാമ്യം വാങ്ങി കൊടുക്കുന്നു, കാവൽ നിൽക്കുന്നു. ഇതിനെയാണ് നമ്മൾ നീതി എന്ന് വിളിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചപ്പോൾ ഭക്തർ കരുതിയത് സത്യം പുറത്തു വരുമെന്നാണ്. എന്നാൽ ഓരോ ഘട്ടത്തിലും അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. തെളിവുകൾ ശേഖരിക്കുന്നതിൽ ബോധപൂർവമായ കാലതാമസം, പ്രതികളുടെ ഉന്നത ബന്ധങ്ങൾ അന്വേഷിക്കാൻ ഭയം, കുറ്റപത്രം സമർപ്പിക്കാതെ പ്രതികളെ സഹായിക്കൽ. ഇതിനെതിരെ കോടതി പോലും മുൻപ് വിമർശനം പലവട്ടം ഉന്നയിച്ചിരുന്നു. പ്രതികൾ സ്വാധീനമുള്ളവരാണെന്ന് കോടതിയിൽ പറയുകയും എന്നാൽ അവരെ തടയാൻ ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന പോലീസിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ പത്മകുമാറും സംഘവും പുറത്തിറങ്ങുകയാണ്. അവർ പറയും ഞങ്ങൾ നിരപരാധികളാണ്, കോടതി ഞങ്ങളെ വിട്ടയച്ചു എന്ന്. പക്ഷേ ഇത് വിട്ടയക്കലല്ല, മറിച്ച് സാങ്കേതികമായ ഒരു പഴുതുപയോഗിച്ച് പുറത്തിറങ്ങലാണ്. ഇഡിയുടെ അന്വേഷണം മാത്രമാണ് ഇനി ഭക്തരുടെ ഏക പ്രതീക്ഷ. സ്വർണം എവിടെ പോയി എന്നതിന്റെ മണി ട്രയൽ കണ്ടെത്താനായി ഇഡിക്ക് കഴിയുമോ? 28 പ്രതികളിൽ ആരൊക്കെ കുടുങ്ങും? രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലയ്ക്കുന്ന ഏതെങ്കിലും വലിയ പേര് ഇതിൽ പുറത്തു വരുമോ? ശബരിമല സ്വർണ്ണ കവർച്ച കേസ് കേവലം ഒരു വാർത്തയല്ല, അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ഭക്തരുടെ വികാരങ്ങളെ ചവിട്ടി മെതിച്ച് കോടികൾ സമ്പാദിച്ചവർ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ നിശബ്ദരായിരിക്കണോ? അയ്യപ്പന്റെ മണ്ണിൽ നീതി പുലരുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, പ്രതീക്ഷയുണ്ടോ? അതോ ഈ കേസും ആവിയായി പോകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. കാരണം സത്യം എല്ലാവരും അറിഞ്ഞേ തീരൂ. അഴിമതിയുടെ ഈ കോട്ടകൾ തകർന്ന് തരിപ്പണമാവുക തന്നെ വേണം. അടുത്ത വീഡിയോയിൽ ഈ കേസിലെ ഇഡി കണ്ടെത്തലുകളെ കുറിച്ച് കൂടുതൽ വിശദമായി നമുക്ക് സംസാരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.